ഈ രീതിയിലുള്ള ക്രാക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഫൗണ്ടേഷൻ്റെ ഇഷ്യൂ വന്നതിന് ശേഷം ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഈ കാണുന്നത്. പുല്ലൂർ സൈറ്റിലാണ് നിൽക്കുന്നത്. ഞാൻ അവിടെ വന്നിരിക്കുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ മേജർ ഇഷ്യൂ ആണ്. ഫൗണ്ടേഷൻ്റെ ഇഷ്യൂ വന്നു, അതിന് ക്രാക്ക് വന്നു. ആക്ച്വലി ഈ ഒരു ഏരിയ താന്നു പോയിരിക്കുവാണ്. ഈ കംപ്ലീറ്റ് വോളും താഴോട്ട് വന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത സമയത്ത് ഇതിൻ്റെ ബീമിൻ്റെ വെയിറ്റ് എല്ലാം കൊണ്ടുവന്ന് പഴയ ബിൽഡിങ്ങിൻ്റെ വോളിലാണ് കൊടുത്തേക്കുന്നത്. അതിൽ വന്ന പ്രശ്നമാണ് ഈ ഒരു ഭാഗം താഴോട്ട് വരാൻ, ഫൗണ്ടേഷൻ ഡാമേജ് വരാൻ കാരണം. ഇതും രണ്ടാമത് എക്സ്റ്റെൻഡ് ചെയ്തൊരു ഏരിയ ആണ്. ഈ രണ്ടാമത് എക്സ്റ്റെൻഡ് ചെയ്ത ഏരിയ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ബേസിക്കലി ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഈ ഒരു പ്രശ്നവും ഇവിടെയും താന്നിട്ടുണ്ട്. ഈ ടൈൽസ് എല്ലാം ഗ്യാപ്പ് വന്നിരിക്കുന്നത് ഇവിടെ ക്രാക്ക് വന്നുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലുള്ള അഡീഷണൽ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കിയിട്ടേ മേലോട്ട് പണിയാവും.